ഞങ്ങൾക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർക്കാണ് കേട്ടോ ഇത്. ഇതൊരു സാൻഡ് പാർക്കാണ്. അപ്പോൾ നമ്മൾ നാടിനെയൊക്കെ മിസ് ചെയ്യുന്നവർക്ക് ഇത് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ പിള്ളേർക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് മണ്ണിൽ കളിക്കാൻ പറ്റും. കുട്ടികൾക്ക് ഇഷ്ടമുള്ള എല്ലാ സംഭവങ്ങളും കൂടി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഊഞ്ഞാലാണെങ്കിലും മറ്റ് റൈഡുകളാണെങ്കിലും ഉണ്ട്. അതുകൂടാതെ ഇതുപോലെ മണ്ണൊക്കെ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു സന്തോഷം കാണണമെങ്കിൽ ഈ ഒരു പാർക്കിലോട്ട് തന്നെ വരണം. വരുമ്പോൾ ഞങ്ങൾ ബീച്ച് ടോയ്സ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങൾ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് കളിക്കാൻ പറ്റും. പേരൻസിന് ഇരിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇവർ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കുട്ടിക്കാലം വരും കേട്ടോ. ഇപ്പോഴൊക്കെ നാട്ടിലാണെങ്കിൽ പോലും പിള്ളേർ ഇതുപോലെയൊക്കെ മണ്ണിൽ കളിക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല. ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ നന്നായി കളിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഇതല്ലല്ലോ ഇപ്പോൾ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ കൂടുതലും ഫോണ്, ടി വി അങ്ങനെയുള്ള ഒരു ഇതാണ് ഉള്ളത്. അപ്പോൾ മാക്സിമം വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഇതിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. കല്ല് എനിക്കുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാൾ മണ്ണപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മണ്ണിന് അത്ര നനവില്ലാത്ത കാരണം ഇതൊക്കെ പെട്ടെന്ന് കിടന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ എന്നോട് പറയാണ് കുറച്ച് വെള്ളം വേണമെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഉള്ളത് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് പിള്ളേർക്ക് ഇങ്ങനെയുള്ള നാട്ടിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം കുറച്ചൊക്കെ ഇങ്ങനെ മാറുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഏട്ടനും കൂടെ അങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി.